വാഹന ഉടമകളുടെ ശ്രദ്ധയ്ക്ക് ഫാസ്ടാഗ് ഇരിക്കേണ്ടിടത്തിരുന്നില്ലെങ്കിൽ വാഹനം കരിമ്പട്ടികയിലാകും. ദേശീയപാത അതോറിറ്റി അടുത്ത മാസം 15-ന് വാർഷിക പാസ് സംവിധാനം ആരംഭിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇതോടൊപ്പം ചില പരിഷ്കാരങ്ങളും കൂടി വരുന്നുണ്ട്. അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്ന ചില പരിഷ്കാരങ്ങൾ. എന്താണ് പരിഷ്കാരം? ഇനി ലൂസ് ഫാസ്ടാഗ് അനുവദിക്കരുതെന്നാണ് NHAI ടോൾ കളക്ഷൻ അതോറിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിൻഷീൽഡിൽ ഒട്ടിക്കേണ്ട ഫാസ്ടാഗ് പലരും ശരിയായി ഘടിപ്പിക്കാറില്ല. ഇനി അത് നടക്കില്ല. എന്തിനീ പരിഷ്കാരം? ഫാസ്ടാഗ് സംവിധാനത്തിന്റെ ആധികാരികത ഉറപ്പാക്കാനും സുഗമമായ ടോൾ സംവിധാനം ഉറപ്പാക്കാനുമാണ് ഈ പരിഷ്കാരം. ടോൾ കളക്ഷൻ സെന്ററുകൾക്ക് NHAI നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? എല്ലാ ലൂസ് ഫാസ്ടാഗുകളും റിപ്പോർട്ട് ചെയ്യണം. അതിവേഗ റിപ്പോർട്ടിങ്ങിനായി പ്രത്യേക ഇമെയിൽ വിലാസവും ഉണ്ട്. കൃത്യമായി ഫാസ്ടാഗ് ഘടിപ്പിക്കാത്ത വാഹനങ്ങളെ ഹോട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. വിൻസ്ക്രീനിൽ കൃത്യമായി ഫാസ്ടാഗ് ഘടിപ്പിച്ചില്ലെങ്കിൽ എന്താണെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമുണ്ട്. ഇത് ടോൾ പിരിവിൽ നിരവധി വെല്ലുവിളികൾ സൃഷ്ടിക്കും. ടോൾ ബൂത്തുകളിൽ തിരക്കുണ്ടാകും, തെറ്റായ നിരക്ക് ഈടാക്കൽ സംഭവിക്കും, അനാവശ്യ കാലതാമസവും വാഹന ഉടമകൾക്ക് അസൗകര്യവും ഉണ്ടാകും. അങ്ങനെ ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള തടസ്സത്തിന് ഇത് കാരണമാകും. അതിന് കാരണക്കാരാകണോ? ഇനി വാൽകഷ്ണം. ഒരു പൊട്ടു തൊടുന്നത് പോലും മാറിപ്പോയാൽ കുറ്റം പറയുന്ന നമ്മൾ ഇതുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ 98% വാഹനങ്ങളിലും ഫാസ്ടാഗ് ഉണ്ട്. അത് എവിടെയെങ്കിലും വെച്ചേക്കാമെന്ന് കരുതിയാൽ ചിലപ്പോൾ വണ്ടി വഴിയിലിറക്കാനാവില്ല.